കാർഡിയോളജിസ്റ്റുകൾ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. ഇത് കാണുമ്പോൾ പേടിയോ? കാരണം രോഗിക്ക് മയക്കം പോലും കൊടുക്കാതെ ഹാർട്ടിന്റെ ഭാഗത്ത് ഒരു സൂചി കുത്തിക്കയറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ ഒരു പ്രൊസീജിയർ കൃത്യസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ആ രോഗിയുടെ ജീവൻ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യുന്നത്? എന്ത് അസുഖത്തിനാണ് ഡോക്ടർമാർ ഈ ചികിത്സ കൊടുക്കുന്നത്? ഈ ചികിത്സക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയത്തിന് ചുറ്റും ഒരു കവറുണ്ട്. ഈ കവറിന്റെ പേരാണ് പെരികാർഡിയം. ഈ കവറിനകത്ത് അനാവശ്യമായിട്ട് ബ്ലഡ് നിറയുക, നീര് നിറയുക, അതല്ലെങ്കിൽ എയർ നിറയുക, ഇങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മുടെ ഹൃദയത്തെ ഞെക്കിപ്പിഴിയാണ്. ഹൃദയത്തിന് പ്രവർത്തിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലാതാവുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തേത് മെക്കാനിക്കൽ കംപ്രഷൻ. ഹൃദയത്തെ ഒരു മലമ്പാമ്പ് ചുരുട്ടി വിഴുങ്ങുന്ന പോലെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ. രണ്ടാമത്തേത് ഹീമോഡൈനമിക് കൊളാപ്സ് എന്ന് വെച്ചാൽ ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ട് BP കുത്തനെ കുറയാണ്. രോഗിയുടെ തലച്ചോറ്റിലേക്ക് ബ്ലഡ് എത്തുന്നില്ല, രോഗി കുഴഞ്ഞു വീഴാണ്. മൂന്നാമത്തത് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ. ഹൃദയത്തിന്റെ മിടിപ്പില് താളം തെറ്റിൽ സംഭവിക്കാം, പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കാം. ഈ ഒരു അവസ്ഥയുടെ പേരാണ് കാർഡിയാക് ടാംപണൈഡ്. കൃത്യമായ ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ 100% മരണം ഉറപ്പുള്ള ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള സമയത്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു കൃത്യമായ സ്ഥലത്തൂടെ നീര് കുത്തിയെടുക്കുക, അതും ഒരു കൃത്യമായ സ്ഥലത്ത് നീഡിൽ കുത്തിയിറക്കിയിട്ട്. ഈ പ്രൊസീജിയറിന്റെ പേരാണ് പെരികാർഡിയോ സെന്റസിസ്. ആളുകൾ പലപ്പോഴും ചോദിക്കും, ഇത് ചെയ്യാൻ അനസ്തീഷ്യ കൊടുക്കണ്ടേ? അനസ്തറ്റിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്തൂടെ? ഇല്ല, പലപ്പോഴും അനസ്തീഷ്യ കൊടുത്തു കിട്ടാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. അത്രയും സമയം പോലും പലപ്പോഴും രോഗി ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ കാർഡിയാക് ടാംപണൈഡ് ഉള്ള ഒരു വ്യക്തിയുടെ നീര് കുത്തിയെടുക്കുന്നത് മിനിറ്റുകൾ കൊണ്ടായിരിക്കണം. എവിടെയാണ് ഈ സൂചി കുത്തുന്നത്? നമ്മുടെ നെഞ്ചിലെ സബ് സിഫോയിഡ് എന്ന് പറയുന്ന ഒരു ഭാഗം, വാരിയല്ലുകൾ ചേരുന്ന സ്ഥലം. അവിടെ നീഡിൽ കുത്തിയിട്ട് അത് ഇടത് ഷോൾഡറിന്റെ ഡയറക്ഷനിലേക്ക് കുത്തിയിറക്കുക. ഇങ്ങനെ കുത്തിയതിനു ശേഷം ഒരു ട്യൂബ് ഇട്ടിട്ട് ഈ നീര് അല്ലെങ്കിൽ ബ്ലഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കുകയാണ്. ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ രോഗിക്ക് കിട്ടുന്ന ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഉടനെ തന്നെ രോഗി പറയാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും സെക്കൻഡുകൾ കൊണ്ട് മാറി ഡോക്ടറെ എന്നുള്ളത്. ഇത് അനുഭവിക്കുന്ന ഡോക്ടർക്ക് എത്ര ആശ്വാസം തരുന്നറിയോ? അതേപോലെ തന്നെ ആ സമയത്ത് രോഗിയുടെ BP നോർമലായിട്ട് തിരിച്ചു വരികയാണ്, പൾസ് നോർമലാവുകയാണ്, ഓക്സിജന്റെ അളവ് നോർമലാവുകയാണ്. ഇനി ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് വെറും 5%. ചില ആളുകൾക്ക് ഈ സൂചി ലങ്സിലേക്ക് കയറിപ്പോവാം തുടങ്ങിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ. പക്ഷേ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ 100% മരണനിരക്കാണ്. ആകാശത്തിൽ പറക്കുന്ന വിമാനത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുമ്പോൾ പാരച്യൂട്ട് ഉപയോഗിക്കുമ്പോൾ പാരച്യൂട്ടിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പാരച്യൂട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മരണം സുനിശ്ചിതല്ലേ?